സർ, യുപിയില് യോഗി ആദിത്യനാഥിന്റെ നടപടികളൊക്കെ അത് എല്ലാവരുടെയും അതായത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെയും മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് നടത്തുന്നവർക്കെതിരെയുമുള്ള ഒരു നെഞ്ചിടിപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ലോകമാകെ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ, സാമൂഹ്യ വിരുദ്ധർക്കെതിരേക്കുള്ള നീക്കങ്ങൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ? യോഗി യുപിയില് മുഖ്യമന്ത്രി ആയതിനു ശേഷം, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടുത്തെ ക്രമസമാധാന പാലനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും ഏറ്റവും ഊന്നൽ കൊടുത്തു പോകുന്ന ഒരു മുഖ്യമന്ത്രി. അതിപ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ ബുൾഡോസർ രാജ എന്നൊക്കെ പറഞ്ഞ പുള്ളി അറിയപ്പെട്ടു. കാരണം ബുൾഡോസർ വെച്ചിട്ട് അനധികൃതമായിട്ടുള്ള സ്വത്തുക്കൾ ഗവൺമെന്റിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പിടിച്ചെടുത്ത് ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവ അനധികൃതമായിട്ട് കെട്ടിയിരുന്ന കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി അവിടെ സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കുന്നതിന് ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടൊക്കെ നമ്മൾ കണ്ടാണ്. ഇതുവരെ ആരും എടുത്തിട്ടില്ല. കാരണം ഗുണ്ടകളെ വെച്ച് സംസ്ഥാനം ഭരിച്ചുകൊണ്ട് പോയിരുന്ന, ഗുണ്ടകളെ വെച്ച് പണം പിരിച്ച് പാർട്ടി ഫണ്ട് ഉണ്ടാക്കിയിരുന്ന, ഗുണ്ടകളെ വെച്ച് പണം പിരിച്ച് നേതാക്കന്മാരായി വാണിരുന്ന, അത് എല്ലാ പാർട്ടിക്കും, കോൺഗ്രസ് ആയാലും കൊള്ളാം, ഈ പറയുന്ന BSP ആയാലും കൊള്ളാം, ഈ നിതീഷ് നമ്മൾ അവിടുത്തെ അഖിലേഷ് യാദവിന്റെ പാർട്ടി ആയാലും കൊള്ളാം, എല്ലാവരും ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും BJPക്ക് പോലും ഗുണ്ടകളുടെ സ്വാധീനമുണ്ട്. ആ രീതിയിലേക്ക് ഗുണ്ടകൾ, ഗാവുകൾ കൈകാര്യം ചെയ്യുന്ന, സാധാരണക്കാരനെ നിയന്ത്രിക്കുന്ന, ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കുള്ള ഒക്കെയുള്ള ഒരു സംസ്ഥാനമായിരുന്നു യുപി. അപ്പൊ ഇതിന് ശേഷം ഇദ്ദേഹം വന്നതിന് ശേഷം, ഇദ്ദേഹത്തിന്റെ ഭരണം ഏറ്റതിന് ശേഷം ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് മാറ്റം വരികയാണ്. നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കേട്ടത്, നമ്മുടെ ഈ അഖിലേഷ് യാദവിന്റെ അച്ഛനുണ്ടായിരുന്നു, അയാളുടെ പേര് അഖിലേഷ് യാദവിന്റെ അച്ഛൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നയാണല്ലോ, BSP നേതാവ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് വരുന്നില്ല അങ്ങോട്ട്. കേന്ദ്രത്തിലും കേരളത്തിലും യുപിയിലും ഒക്കെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ, എല്ലാവരും അംഗീകരിക്കുന്ന രാഷ്ട്രീയക്കാരൻ. പ്രാവശ്യം അദ്ദേഹം ചോദിച്ച് അവിടുത്തെ ബലാത്സംഗത്തെ പറ്റിയും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനെ പറ്റിയും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, യാദവ്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് പറയർ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ. കാരണം പെൺകുട്ടികളെ വീട്ടിൽ വന്ന് വിളിച്ച് തന്തയുടെയും തള്ളയുടെയും സഹോദരന്മാരുടെയും മുമ്പിൽ വെച്ച് യുവമാർ വന്ന് പിടിച്ചു കയറ്റി കൊണ്ടുപോയി, ഒരാളല്ല അവർക്ക് ആവശ്യമുള്ളത്രയും ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ചു വീട്ടിൽ കൊണ്ട് വിടുന്ന സംസ്കാരമുള്ളതും അതിശീലമായിട്ടുള്ള സംസ്കാരമുള്ളതും അതിനൊരു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുമാണ് പറഞ്ഞത്. അവിടെയാണ് പെണ്ണിനെ ആങ്ങള പോലും സംസാരിക്കണമെങ്കിൽ മാന്യമായിട്ടല്ലെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയും ഒക്കെ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനമൊക്കെ ആയിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഈ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് ഈ 12 ജില്ലകളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള എൻകൗണ്ടർ ഒക്കെ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കോൺസ്റ്റബിൾ, മഹാവീർ എന്നാണ് ഇയാളുടെ പേര്, അവിടുത്തെ ഈ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് പോവുകയും, അപ്പൊ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അവിടെ രാത്രിയിൽ സംശയാസ്പദമായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കും, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനമൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു. അവിടെ ചെന്നു, ഒരു പോലീസിനെ അടിക്കുന്നു, ഒരു ഹാവിർ എന്ന പോലീസുകാരൻ കോൺസ്റ്റബിൾ, അവനെ അടിക്കുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ കൊടുത്തു, പോലീസ് വന്നു. പോലീസ് വന്നതിന് ശേഷം വിഷ്വൽ മീഡിയയിൽ കണ്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഈ പോലീസ് വരുന്നതിന് മുമ്പ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ പോലീസിനോട് ഏറ്റുമുട്ടാൻ ഒരു നിമിഷ നേരം കൊണ്ട് ആ പ്രദേശത്തെ മതമൂല്യവാദികൾ, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ്, അവരാണ് ഈ പറഞ്ഞ പോലീസിനെ ഉപദ്രവിച്ചത്, അവരാണ് ഈ പറയുന്ന കോൺസ്റ്റബിളിനെ ഉപദ്രവിച്ചത്. പക്ഷെ നിമിഷ നേരം കൊണ്ട് പോലീസ് വരികയും ഇതിന് കൂട്ടുനിന്ന മൊത്തം ആൾക്കാരെയും വളരെ കൃത്യമായിട്ട്, അതായത് ഇനിയും ഒരാൾ ഇവരുടെ കോലം കണ്ടാൽ ആ പ്രവൃത്തിക്ക് തുനിയാത്ത രീതിയിലേക്ക് നടത്തി സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുകയാണ്. കാലില്ല അല്ലെങ്കിൽ മുട്ടിന് താഴോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗുണ്ടകളെ എത്തിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തിൽ ഇതുപോലെ സംഭവം കേരളത്തിലുണ്ടായിരുന്നു. ഗുണ്ടയെ പിടിക്കാൻ പോലീസുകാരനെ തല്ലിയ ഗുണ്ടകളുടെ മൊത്തം കൈയും കാലും പോലീസ് തല്ലി ഓടിച്ചു. ആരാണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗുണ്ടയുടെ സ്വഭാവത്തിൽ പെരുമാറി, പോലീസിന്റെ സ്വഭാവത്തിൽ പെരുമാറി. അവിടുത്തെ SP സംസാരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഇതേ രീതിയിലൊക്കെ പോയാൽ മതി. അപ്പൊ അതിന് ഭരണാധികാരികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലീസും ഈ സംവിധാനം ഒക്കെ ഈ ഇത് കൈകാര്യം ചെയ്യും. അപ്പൊ ഈ ഇരുന്ന പോലീസും ഈ ഇരുന്ന അല്ലെങ്കിൽ DGP ഒക്കെ തന്നെ നേരത്തെ യുപിയിലിരുന്നു. പക്ഷെ അവരെ അത് ചെയ്യാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ ഗുണ്ടകൾ നേതൃത്വം കൊടുക്കുന്നത്, ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരന്മാർ നാളെ കാലത്ത് MLA MP ആവും, അല്ലെങ്കിൽ അവർക്ക് അവിടെ സീറ്റ് ഉണ്ടാവും, ഇതിന് ഇവന്മാരെ ഫണ്ട് പിരിക്കും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ അതേ രീതിയിൽ ഇപ്പൊ ഇദ്ദേഹം
അപ്പൊ ഇതേ രീതിയിൽ നേരത്തെ നമുക്കറിയാലോ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരത്തെ ഇതുപോലെ അനൗൺസ് ചെയ്തു, ഗുണ്ടാപ്പണി നടത്തുന്നവരെല്ലാം പണി നിർത്തിക്കോണം, ഗുണ്ടാപ്പണി നടത്താതെ ആ പണി നിർത്തിയിട്ട് വേറെ വല്ലതും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ക്ഷമിച്ചിരിക്കും, കീഴടങ്ങിയാൽ കുഴപ്പമില്ല. വളരെ കൂടുതൽ ആൾക്കാർ വന്ന് കീഴടങ്ങാത്ത ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഒരു 150 ഗുണ്ടകളെ വെടിവെച്ചു കൊന്നത്. എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇത് നേരത്തെ അമിത്ഷാ ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. എൻകൗണ്ടർ ഒന്നും ഇല്ല, ഒരുത്തനെ പിടിച്ചിട്ട് ആവശ്യമുള്ള കഴിഞ്ഞിട്ട് ഇവനെ റോഡിൽ ഇറക്കി വിട്ടിട്ട് കുറെ വെടിവെച്ചാൽ കൊല്ലും, എന്നിട്ട് പറയും പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇവനെ എന്തിനാ വെച്ച് ചീറ്റി പോറ്റുന്നത്? വേറെ പണിയൊന്നുമില്ല. അല്ലെ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ടോ, കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ എന്തിനാ രാജ്യത്തിന് നാടിനും കൊള്ളത്തില്ല, വീടിനും കൊള്ളത്തില്ല. ഇവനെ വെളിവിട്ടാൽ ഇവന് നാളെ കാലത്തെ നമ്മള് ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കത്തില്ല. നാളെ കാലത്തെ പ്രതീക്ഷ വെക്കാൻ നമ്മുടെ അമ്മാവന്റെ പോലും നമ്മുടെ മക്കളും ഒന്നും അല്ലല്ലോ, ഇല്ലാത്ത കൊള്ളാത്തവനെയും കളയുക എന്നുള്ളത്. അപ്പൊ അന്ന് അവിടെ ഈ അമിത്ഷാ ഇത് കാണിച്ചു കൊടുത്ത് ആ ഗുജറാത്ത് അങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ 10-20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ. നരേന്ദ്രമോദി അന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്ന് ഈ പറഞ്ഞ 2000-ൽ ഉണ്ടായ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുമ്പോൾ അതിന് മുമ്പ് 250ഓളം കലാപങ്ങൾ ഇതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി അതൊക്കെ അങ്ങ് മറന്നിട്ടാ നരേന്ദ്രമോദി വന്നപ്പം വലിയൊരു കലാപം എന്നൊക്കെ പറയാം. അതിനകത്തൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പം അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ പൊട്ടിത്തെറികളും അവിടുത്തെ കലാപവും ഒക്കെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആള് ഗുജറാത്തിരുന്നപ്പോഴാണ്. അതിനപ്പുറമാണ് മോദി ഈ പറയുന്ന യോഗി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗുണ്ടകളെ ഒരു 140 അന്ന് ഭയങ്കര ഗുണ്ടകളെല്ലാം മുസ്ലിങ്ങൾ അന്ന് ലിസ്റ്റ് കൊടുത്തു. മുസ്ലിങ്ങളെ കാട്ടി കൂടുതൽ ഹിന്ദുക്കളായിരുന്നു. അപ്പൊ ആ ഗുണ്ടകളെ അന്ന് ബാക്കിയുള്ളവനൊക്കെ ഇയാൾ നേരിട്ട് ഈ സറണ്ടർ ആയിട്ടുള്ളവനെ മര്യാദയ്ക്ക് ജീവിക്കാനുള്ളവരും പല സ്റ്റാൾ ഇട്ട് കൊടുത്തു, മലക്കറിക്കട ഇട്ട് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ യോഗി ഒരു സ്റ്റാൾ സന്ദർശിച്ചപ്പോൾ ഒരാൾ ഓടി വന്ന് കൈ കൂപ്പി നിൽക്കുന്നത് തിരക്കിയപ്പം ഞാൻ കണ്ടതാ, വാർത്ത കണ്ട. അതായത് അവിടുത്തെ വലിയ പ്രബലമായിട്ടുള്ള ഒരു ഗുണ്ടായിരുന്നു. അപ്പൊ അവൻ സാധാരണയായിട്ട് തന്നെ യോഗിയുടെ ചെലവിൽ യോഗിയെ പച്ചക്കറി കട ഇട്ട് കൊടുത്താൽ മാന്യമായിട്ട് ജീവിക്കുക. അപ്പൊ ഇതിന് ഈ രീതിയിലേക്ക് ആ സംസ്ഥാനത്തെ മാറ്റുകയാണ്. അപ്പം ആർജവമുള്ള ഒന്നും വേണ്ടാത്ത രാജ്യം ഭരിക്കാൻ തീരുമാനിക്കുന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ടും ജനങ്ങളുടെ ഭാഗമായിട്ടും സാധാരണക്കാരന്റെ ഭാഗമായിട്ടും പ്രധാനപ്പെട്ട സാധാരണക്കാരന്റെയും ഈ പറയുന്ന സ്ത്രീകളുടെയും ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഭരണാധികാരി ആയിട്ട് മോദി ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മോദിയല്ല യോഗി. അപ്പൊ അതുകൊണ്ടാണ് യോഗിയുടെ ഭാഗം അവിടുത്തെ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത ആരാവണം ചോദിക്കുമ്പോൾ 87% ആൾക്കാരും ഇതുകൊണ്ടാണ് യോഗിയുടെ പേര് പറയുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് യോഗി അവിടെ ഭരിക്കുമ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണ്. പൂർണ്ണമായിട്ടും വരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. പൂർണ്ണമാകും 25 കോടി ജനം അവിടെ ഉള്ളത്. നമ്മുടെ ഇവിടുത്തെ കൊണ്ട് 3 കോടിയല്ല. 3 കോടിയുള്ളത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തോ വിശാല 80 ലോക്സഭാ സീറ്റുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ലോക്സഭാ സീറ്റിന്റെ 4 ഇരട്ടി വലുപ്പമുണ്ട് ലോക്സഭ. അപ്പൊ ആ പ്രദേശത്തിന്റെ വലിപ്പം ആലോചിക്കണം. അതുപോലെ ജാതി സംഘടനകളുടെ ഭയങ്കരം, ഇതുപോലെ ഈ പറയുന്ന മതമൂല്യവാദികളുടെ കേന്ദ്രം, അങ്ങനെ പല രീതിയിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നിട്ടും പൂർണ്ണമായി ഞാൻ പറയുന്നതിൽ ഏതായാലും ഭയമാണ്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അതിനകത്ത് കോടതി പോയല്ല ശിക്ഷ, അവിടെ വെച്ച് തന്നെ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് കുറ്റവാളികൾ കുറയുന്നു, സ്ത്രീകൾക്ക് തെരുവിൽ നടക്കാൻ സാധിക്കുന്നു, സ്ത്രീകൾ വളരെ ഉച്ചത്തിൽ പറയുന്നു ഞങ്ങൾ സുരക്ഷിതരാണ്. അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇവിടെയും ഒരു സ്ത്രീക്കാണ് പ്രശ്നമുണ്ട്. അത് പോലീസുകാരിയായാലും സ്ത്രീയാണ്. അപ്പൊ അവരെ കയറി പിടിച്ചു, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അതിന്റെ ഫലം അന്നേരം തന്നെ എഴുതി. ഇപ്പം കണ്ട വിഷ്വൽസ് ഒക്കെ ശരിയാണെങ്കിലും പുറത്തു വന്ന വാർത്ത കറക്റ്റ് ആണെങ്കിലും ഇവന്മാർ ഇനി ആരെയും മാനഭംഗപ്പെടുത്താൻ പോകത്തില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പം അതാണ് UP ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ പോകുന്നതും UPയിലെ മാതൃക തന്നെ വേണം കേരളത്തിലും എന്ന് ഒരുപക്ഷെ പറഞ്ഞു തുടങ്ങാനുള്ള സാധ്യതകളുമൊക്കെ കൂടുകയാണ്. അത്തരത്തിലുള്ള ഒരു സുരക്ഷ നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമ്മളിവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നന്ദി സർ.